നമസ്കാരം. ഉച്ചവരെയുള്ള വാർത്തകൾ അറിയാം. ആദ്യം പ്രധാന വാർത്തകൾ. ജോലിയിൽ തിരികെ പ്രവേശിച്ച നഴ്സിംഗ് ഓഫീസർ PB അനിത കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത് ICU പീഡനക്കേസിലെ അതിജീവിതയ്ക്കൊപ്പം. ഹർജി നമ്മൾ നേരത്തെ കൊടുത്താണല്ലോ, അത് പിൻവലിക്കാൻ ഇനി പറ്റില്ലല്ലോ, അത് മുന്നോട്ട് പോകും. അപ്പോൾ സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീതി ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി ഒപ്പം നിന്നില്ലെന്ന് അതിജീവിത കേരള വിഷൻ ന്യൂസിനോട്. സ്ത്രീ എന്ന നിലയിൽ എനിക്കുണ്ടായ വേദനയ്ക്ക് എന്തെങ്കിലും ഒരു അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സഹായമോ അല്ലെങ്കിൽ അവർ എനിക്കൊപ്പം ഉണ്ടെന്നുള്ളത് തെളിയിക്കാൻ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് ബോധ്യമായിട്ടില്ല. പാനൂർ സ്ഫോടനത്തിൽ നടപടി ഘടിപ്പിച്ചു പോലീസ്. അതിർത്തികളിൽ കർശന പരിശോധന. സ്ഥിരം കുറ്റവാളികൾക്ക് കരുതൽ തടങ്കൽ. നാദാപുരത്തെ പരിശോധനയ്ക്ക് കേന്ദ്രസേനയും. അരുണാചലിൽ മലയാളികൾ മരിച്ചതിൽ കൂടുതൽ തെളിവുകൾ. നവീന്റെ കാറിൽ നിന്ന് കത്തികളും വിചിത്ര ചിത്രങ്ങളും കണ്ടെടുത്തു. കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ചതിൽ നിയമ നടപടിയെന്ന് MV ഗോവിന്ദൻ. EDയും ആദായ നികുതി വകുപ്പും ഗുണ്ടായിസം കാണിക്കുന്നു. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് നിയമപരമല്ല. ടെലവീവിൽ ഇസ്രായേലിനെതിരെ വൻ പ്രതിഷേധം. പ്രസിഡന്റ് നെതന്യാഹു രാജിവെക്കണമെന്ന ആവശ്യം. ചെങ്കടലിൽ കപ്പലിന് നേരെ വീണ്ടും ഹൂതി ആക്രമണം. IPLൽ ഇന്ന് 2 മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ് ഡൽഹി പോരാട്ടം 3:30, വൈകിട്ട് 7:30 ലക്നൗ ഗുജറാത്തിനോട് ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക് പോകാം. CPMന്റെ അക്കൗണ്ട് മരവിപ്പിച്ച സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. EDയും ആദായ നികുതി വകുപ്പും കാണിക്കുന്നത് ഗുണ്ടായിസമാണെന്ന് അദ്ദേഹം തൃശൂരിൽ പ്രതികരിച്ചു.